ഇവിടെ ഭക്ഷണം കഴിച്ച് വരുമ്പം പോലീസുകാരൻ കൈ കാണിച്ചപ്പോൾ ഞാൻ വണ്ടി ഒതുക്കി. വണ്ടി ഒതുക്കിയിട്ട് ഞാൻ എന്താന്ന് വെച്ചാൽ അപ്പൊ ഇങ്ങനെ ലൈറ്റ് കൊണ്ട് എന്നോട് ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി. ഞങ്ങൾ ബോർഡൊക്കെ വെച്ചിട്ടുള്ള വണ്ടി. അപ്പം വാഹന പരിശോധന നടത്താനുള്ള അവകാശം അവർക്കുണ്ടല്ലോ, അതിന്റെ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പൊ എന്നോട് പറഞ്ഞു ഡിക്കി തുറക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ഡിക്കി തുറന്നു കൊടുത്തു. അത് തുറന്നു കൊടുത്തിട്ട് എന്നോട് പറയാ പെട്ടി എടുക്കുന്നു പറഞ്ഞു. അഴിച്ചിട്ടോ മറിച്ചിട്ടോ എങ്ങനെയാണെങ്കിലും ഈ വണ്ടി മുഴുവൻ പരിശോധിക്കണം. പെട്ടി തുറക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ ആ ഡിക്കിയിലുള്ള എല്ലാ വാഹനത്തിലുള്ള എല്ലാ പെട്ടി എടുത്ത് പുറത്തു വെച്ചു. പിന്നെ എന്നിട്ട് പറഞ്ഞു പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നാലും ചേട്ടൻ ഇത്രയും ചീപ്പാന്ന് ഞാൻ കരുതിയില്ല. അയ്യേ. അപ്പൊ വന്നിട്ട് പറയാം കുഴപ്പമില്ല പോട്ടെ അത് ശരിയല്ലല്ലോ. അത് നിങ്ങളെ നമുക്ക് കിട്ടുമെന്ന് താങ്ങിയതാണല്ലേ. പിന്നെ അല്ല ഞങ്ങൾ നോക്കി നിങ്ങൾ പുറത്ത് നോക്കിയാൽ കാണൂ. അത് ശരിയല്ല. നിങ്ങൾ പരിശോധിക്കണം. പരിശോധിച്ചിട്ട് അതിന് എന്തെങ്കിലും കിട്ടിയോ ഇല്ലെന്ന് ഞങ്ങളോട് പറയണം. അതെ പറയണം. അങ്ങനെ പെട്ടി പുറത്തുനിന്ന് കണ്ടാൽ പോരല്ലോ, പെട്ടീന്റെ അകത്ത് എന്താന്ന് അവര് കാണണല്ലോ. അപ്പൊ അത് പറയുമ്പോ അല്ലേ പോട്ടെ, അത് ഞങ്ങള് പോട്ടെ എടാ സാരല്ല പോട്ടെ. ഞങ്ങൾ സാരമുണ്ട്. എങ്ങനെയാ പറയാണ്ടിരിക്ക. ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണ് എന്റെ രാമ. ഞങ്ങളെ കൊണ്ട് വണ്ടി നിർത്തിച്ചു. കുഴപ്പമില്ല, ഞങ്ങൾ നിർത്തി. ഡിക്കി തുറക്കാൻ പറഞ്ഞു, തുറന്നു. പെട്ടി പരിശോധിക്കണം എന്ന് പറഞ്ഞു. പെട്ടി എടുത്ത് പുറത്തു വെച്ചു. പുറത്തു വെച്ച പെട്ടി പുറത്തുനിന്ന് നോക്കിയിട്ട് ഒന്നുമില്ല പോട്ടെ എന്ന് പറയുമ്പോ അവരുടെ ഇന്റൻഷൻ പരിശോധനയാണെന്ന് തോന്നിയില്ല. പരിശോധനയാണെങ്കിൽ പെട്ടി തുറന്ന് പരിശോധിക്കുകയല്ലേ വേണ്ടേ. അപ്പൊ പിന്നെ ഞങ്ങള് ഇച്ചിരി നിർബന്ധിച്ചു. അല്ലെങ്കിൽ പരിശോധിച്ചിട്ട് പോയാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ക്യാമറ പിടിച്ച് കുട്ടിയോട് പറഞ്ഞു, മോനെ ഇതൊക്കെ ഇതിനകത്തൊന്ന് റെക്കോർഡ് ചെയ്തേ, ഇതൊന്ന് കാണട്ടെ, ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്താ കിട്ടിയെന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ, ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ, മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ. എല്ലാം കൂടെ വേണ്ട, വേഷം കെട്ടാൻ ജെസി മതിയാക്ക്. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. വേഷം കെട്ടാൻ പണിയെടുക്കണമെങ്കിൽ അതങ്ങോട്ട് CPM പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട. അപ്പൊ അവര് പെട്ടി തുറക്കാൻ അവർക്കൊരു മടി. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, പരിശോധിച്ചിട്ട് പോയാൽ മതി എന്ന് ഞങ്ങളും പറഞ്ഞു. കാരണം ഇനി അത് പരിശോധിക്കാതെ പോയാ പിന്നെ നമ്മളുമായിട്ട് സഹകരിച്ചില്ല എന്നാണല്ലോ പറയാം. പരിശോധിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. അവിടെയുള്ള ആരൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് ഞാൻ ചോദിച്ചു ഇതിന് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു. അപ്പോഴും പോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോവല്ലേ, ഇതിന് എന്തെങ്കിലും കിട്ടിയോ? 1,00,000 കാണും ഇതുപോലൊരു ഐറ്റം. നിങ്ങൾക്ക് പെട്ടി പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു. ഇല്ല, കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങള് പൂർണ്ണമായും ആ പരിശോധനയായിട്ട് സഹകരിച്ചിട്ടുണ്ട്. വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും അറിയട്ടെ എന്ന്. ഞങ്ങൾ അവിടെ വണ്ടി നിർത്താതെ പോയിട്ടില്ല, വണ്ടി നിർത്തിയിട്ടുണ്ട്, ഡിക്കി തുറക്കാതിരുന്നിട്ടില്ല, പെട്ടി പുറത്തെടുക്കാതിരുന്നിട്ടില്ല, പെട്ടി തുറക്കാതിരുന്നിട്ടില്ല, എല്ലാം ചെയ്തിട്ടുണ്ട്. എന്തായി അതിനകത്ത് കുറച്ചെങ്കിലും വെച്ചേക്കണേ. ഒരു ചോദ്യം ചോദിച്ചു. ഇതുവഴി ഒരുപാട് വാഹനങ്ങള് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരൊക്കെ കടന്നു പോകുന്നുണ്ട്. ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. അവരുടെ ആരുടെയെങ്കിലും നിങ്ങൾ പരിശോധിച്ചു? അതൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒരാളുടെയും പരിശോധിച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ആശാന്റെ ബുദ്ധി പാളിപ്പോയി. അല്ലേലും കുറെ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതലാണ്. ഇനിയിപ്പോ നിങ്ങൾ വാർത്തയൊക്കെ ആക്കിയ സ്ഥിതിക്ക് ചിലപ്പം പരിശോധിക്കുമായിരിക്കും. പക്ഷെ ഇതുവരെ പരിശോധിച്ചായിട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ടല്ലേ സ്വാഭാവികമായിട്ട് വണ്ടി അവിടെ നിർത്തിക്കൊടുത്തത്. സ്വാഭാവികമായിട്ട് ഡിക്കി തുറന്നു. ഒന്നും സംഭവിക്കുന്നില്ല. പതിവ് പോലെ സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കും. എന്റെ പൊന്നാളി, അത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ ഉള്ളിൽ പെട്ടി വെക്കാൻ മടിച്ചു എന്നല്ലേ നിങ്ങൾ പറയാ. ഇപ്പൊ ഞാൻ പറയുന്നതാണോ? പെട്ടി പുറത്തേക്ക് എടുത്തില്ല, ഡിക്കി മാത്രം തുറന്നു. ഡിക്കി അവര് നോക്കണം എന്നല്ലേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. ഒരു സന്തോഷത്തിന് നോക്കാൻ അവിടെ ഒരു ജനപ്രതിനിധിയുടെയും പെട്ടി അവര് പരിശോധിച്ചിട്ട് ആ പോലീസുകാരോട് തന്നെ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ട്? അപ്പൊ അവര് പറഞ്ഞു ഇനി പരിശോധിക്കാം എന്നുള്ളതാണ്. കൂടുതലായി ഞാൻ വല്ല ഡയലോഗും പറയണു. എന്തിന്? അല്ല, ഒരു ഒറിജിനാലിറ്റിക്ക്. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ഇതുവരെയുള്ള എല്ലാ അപായത്തിനും ഉപായം കണ്ടെത്തിയവനാണ് ഈ ലാലിച്ചൻ.
ഈ ഒരപായത്തിനും ഒരു ഉപായം ഈ ലാലിച്ചൻ കണ്ടത്. ഇനി ഒരു രക്ഷയില്ല. വേഗം അടുത്ത കേന്ദ്രത്തിലേക്ക് പോവാ.